കുറച്ച് ദിവസങ്ങൾ മുമ്പ് പോസ്റ്റ് ചെയ്തിരുന്ന ഈ പച്ചക്കറി തൈകളുടെ വീഡിയോ കണ്ട് കാണുമല്ലോ. ഇതിപ്പോൾ കുറച്ചുകൂടെ വലുതായി. അപ്പോൾ കുരുന്നിലകൾ കൂടാതെ പുതിയ ഇലകൾ വന്നു, അത്യാവശ്യം വലുപ്പമായി. ഇനിയിപ്പോൾ ഏതാണെന്ന് പറയാൻ എളുപ്പമായിരിക്കും. കഴിഞ്ഞ തവണ മല്ലിയാണോ എന്നൊരു സംശയം പറഞ്ഞിരുന്നു. മല്ലിയുടെ ഇലകൾ കുരുന്നിലകൾ ഇതുപോലെ തന്നെയാണ്, പക്ഷേ ശരിക്കുള്ള ഇലകൾ ഇങ്ങനെയല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. സെറേഷൻ ഉണ്ടാവും, ഇങ്ങനെ വക്കമൊക്കെ ഇങ്ങനെ ഒരു വാളിൻ്റെ പല്ല് പോലെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് മല്ലിയിലല്ല എന്നുള്ളത് ഇപ്പോൾ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. പിന്നെ ഇത് വഴുതനയാണ്. ഓൺലൈനായിട്ട് വിത്ത് വാങ്ങിച്ച് നട്ടതാണ്. പച്ച വഴുതനയുടെ വിത്താണ് വാങ്ങിച്ചത്. പക്ഷേ ചെടിയുടെ നിറം കണ്ടാൽ പച്ച വഴുതനയാണോ പർപ്പിൾ വഴുതനയാണോ എന്ന് അറിയാനൊന്നും പറ്റില്ല. കായ കാണുമ്പോൾ അറിയാം, പക്ഷേ അതിന് മുമ്പ് തന്നെ പൂക്കൾ കണ്ടാൽ അറിയുമെന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു. അതായത് വയലറ്റ് നിറത്തിലുള്ള വഴുതനങ്ങ ഉണ്ടാകുന്ന ചെടിയുടെ പൂക്കൾക്കും ഒരു ചെറിയൊരു വയലറ്റ് ശാഖയുണ്ട്. തനി വയലറ്റല്ല, വെള്ളപ്പൂക്കൾ തന്നെയാണ്, പക്ഷേ ഒരു വയലറ്റ് ശാഖ അതിൽ കാണാം. അതേസമയം പച്ച വഴുതനങ്ങ ഉണ്ടാകുന്ന വഴുതനയുടെ പൂക്കൾക്ക് തൂവെള്ള നിറമാണ്. നേരത്തെ പോസ്റ്റ് ചെയ്ത വീഡിയോ നോക്കിയാൽ അറിയാം. ഇനിയിപ്പോൾ ഒരെണ്ണം കൂടെ അറിയാനുള്ളത്, ഒരു വെള്ള വഴുതനയുണ്ട്. ഈ അടുത്താണ് കണ്ടത്, ഞാൻ ആകെ ഒരെണ്ണം കണ്ടുള്ളൂ. അത് പക്ഷേ ഞാൻ ഇതുവരെ നട്ടിട്ടില്ല, അതിൻ്റെ വിത്ത് കിട്ടിയിട്ടുമില്ല, അതിൻ്റെ പറ്റി എനിക്ക് അറിയുമില്ല. ഏതാനും നാൾ മുമ്പ് ഈ 23 ഇഞ്ച് വലിയ ചെടിച്ചട്ടിയിൽ ഓൺലൈനായിട്ട് വാങ്ങിച്ച 2 സെറ്റ് പച്ചക്കറി വിത്തുകൾ നട്ടു. പകുതിയും പകുതിയാക്കി വെച്ചിട്ടാണ് നട്ടത്. ഒരു പകുതിയിൽ ഒരു തരം വിത്തും മറ്റേ പകുതിയിൽ മറ്റൊരു തരം വിത്തും. നമുക്കേ അറിയാം, ഒരു പകുതിയിൽ മാത്രമേ മുളച്ചുള്ളൂ, മറ്റേ പകുതിയിലെ വിത്തുകളൊന്നും തന്നെ മുളച്ചില്ല. ആദ്യത്തെ ഒരു സെറ്റ് കുരുന്നിലകൾ കൂടാതെ ഒറിജിനൽ ഇലകളോട് സാമ്യമുള്ള കുറച്ച് ഇലകൾ കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ചെടി ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് ശ്രമിച്ചു നോക്കൂ.